കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഇന്ന് ഗവർണറെ കാണും. സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവവികാസങ്ങൾ ഗവർണറെ ധരിപ്പിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. വി.എ. ഗിരീഷ് വിവരങ്ങൾ നൽകുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് ചാൻസലർ കൂടിയായ ഗവർണറെ കാണുന്നത്. ഉച്ചയ്ക്ക് 12:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സെനറ്റ് യോഗത്തിൽ നടന്ന സംഭവങ്ങളുടെ റിപ്പോർട്ടും VC ഇന്ന് ഗവർണർക്ക് സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിൻ്റെ തീരുമാനം, അതായത് സർവകലാശാല VCയെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന സെനറ്റിൻ്റെ തീരുമാനം കേരള സർവകലാശാല രാജ്ഭവനെ അറിയിച്ചിരുന്നു. ദൂതൻ വഴിയും അതോടൊപ്പം തന്നെ ഇമെയിൽ സംവിധാനത്തിലൂടെയുമാണ് ഈ കാര്യങ്ങൾ രാജ്ഭവനെ അറിയിച്ചത്. ഇതിനുശേഷമാണ് ഇപ്പോൾ VC നേരിട്ട് ചാൻസലറെ കാണുന്നത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. കാരണം VCയോടാണ് ഇത്തരത്തിലൊരു സെനറ്റ് യോഗം വിളിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമില്ല എന്നുള്ളതാണ് VCയുടെയും അതോടൊപ്പം തന്നെ ചാൻസലറുടെയും നിലപാട്. ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഗവർണർ തുടർ നടപടികളിലേക്ക് കടക്കുക. വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് ഈ സെനറ്റ് യോഗം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും ഇത് റദ്ദാക്കുന്നതിന് ഗവർണർക്ക് അധികാരമുണ്ടാകും. വീണ്ടും സെനറ്റ് യോഗം വിളിക്കാൻ നിർദ്ദേശിക്കുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ടാകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണർ തുടർ നടപടി സ്വീകരിക്കുക. മറ്റ് സർവകലാശാലകൾ, ചില സർവകലാശാലകൾ, കുസാറ്റ് ഉൾപ്പെടെയുള്ളവ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകിയിട്ടും കേരള സർവകലാശാല അടക്കം കേരള കാർഷിക സർവകലാശാലകൾ ഇത്തരത്തിൽ പ്രതിനിധിയെ നൽകാത്തത് ചാൻസലർ കൂടിയായ ഗവർണറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം VC നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും. എസ്.കെ.എൻ. വി.എ. ഗിരീഷ്.